ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്ന പശ്ചാത്തലത്തിൽ പാലിയേക്കര ടോൾ ബൂത്തിന് പോലീസ് സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. വിധി നിരാശാജനകമെന്ന് ഹർജിക്കാരൻ ഷാജി കോടംകണ്ടത്ത് പ്രതികരിച്ചു. കോടതി വിധി മാനിക്കുന്നുവെന്നും കൂടുതൽ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. കോടതിയിൽ വിശ്വാസമുണ്ടെന്നും കൂടുതൽ വിശദാംശങ്ങൾ കോടതി അറിയിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷും വ്യക്തമാക്കി. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ഹരീഷ് നാരായണൻ ചേരുന്നു. ഹരീഷ്, കോടതി വീണ്ടും മാറ്റിവെച്ച ഒരു കേസാണ് ഇന്ന് പരിഗണനയിൽ എത്തിയത് എന്നുള്ളതാണ്. അതിനെ ചൊല്ലി ഇപ്പോൾ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. നിരാശാജനകമെന്നാണ് ഹർജിക്കാരൻ പറയുന്നത്. വിവരങ്ങൾ എങ്ങനെ? ഒപ്പം പോലീസ് സുരക്ഷ കൂട്ടുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. വിവരങ്ങൾ ശ്രുതി, തീർച്ചയായും പോലീസ് സുരക്ഷ കൂട്ടുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ ഒരു വിധി അത് നിരാശാജനകമാണ് എന്നാണ് ഹർജിക്കാർ ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. ഉപാധികളോടെയാണ് ഇത്തരത്തിൽ ടോൾ പിരിവ് അനുവദിച്ചതെങ്കിലും അത് നിരാശാജനകമാണ് എന്ന് ഹർജിക്കാരടക്കം പറയുന്നു. ഇപ്പോൾ ഹർജിക്കാരനും പരാതിക്കാരനും കൂടിയായ അഡ്വക്കേറ്റ് ഷാജി കോടംകണ്ടത്തും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു കോടതി വിധി? ഇന്നേക്ക് 73 ദിവസമായി ടോൾ പിരിവ് മരവിപ്പിച്ചിട്ട് ഈ 73 ദിവസം കൊണ്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല എന്ന് കളക്ടർ ഇന്നത്തെ റിപ്പോർട്ടിലടക്കം വ്യക്തമാണ്. അതായത് ഈ വെഹിക്കുലർ അണ്ടർ പാസേജുകളുടെ പണി ഒക്ടോബറിൽ തീർന്നിട്ടില്ല. ഇനി 8 മാസം എടുക്കുമെന്നാണ് പറയുന്നത്. അതിലും ഒരു ഉറപ്പില്ല. അപ്പോൾ തന്നെ ശാസ്ത്രീയമായിട്ട് ആ റോഡിന്റെ സുരക്ഷാ ഭിത്തിയൊന്നും സർവീസ് റോഡ് സുരക്ഷാ ഭിത്തിയൊന്നും നിർമ്മിച്ചിട്ടില്ല. സർവീസ് റോഡ് ശാസ്ത്രീയമായിട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഗതാഗത കുരുക്കാണ്. എന്നിട്ട് പോലും ഇപ്പോൾ ഈ ടോൾ പിരിവ് മരവിപ്പിച്ച ഉത്തരവ് മാറ്റിയത് നിരാശാജനകമാണ്. ജനങ്ങളെ ഈ യാത്രക്കാരെ സംബന്ധിച്ച് വലിയ നിരാശാജനകമാണ്. എന്നാൽ സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, സുഗമമായ ഗതാഗതം ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ടോൾ പിരിക്കാൻ ഇവർക്ക് അർഹതയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സുഗമമായി ഗതാഗതം ചെയ്യാൻ പറ്റുന്നില്ല. സ്ഥിരമായ ട്രാഫിക് ബ്ലോക്കാണ്. സർവീസ് റോഡുകൾ കൃത്യമായി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് കളക്ടർ തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈക്കോടതിയിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഞങ്ങളൊരു 50% ടോൾ പിരിവ് റിഡക്ഷൻ ചെയ്യണം, താരിഫ് കുറവ് ചെയ്യണമെന്നാണ് നമ്മൾ അഭ്യർത്ഥിച്ചത്. കോടതി അതിൽ ഇടപെടുമെന്ന് വിചാരിച്ചു. എന്നാൽ അങ്ങനെ ഒരു റിഡക്ഷനോ ഒരു താരിഫ് ഭേദഗതിയോ ഹൈക്കോടതി നിർദ്ദേശിക്കാത്തത് യാത്രക്കാരെയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമാണ്. ആകെ കൂടി ചെയ്തത് ഇപ്പോൾ ടോൾ പിരിവ് വർദ്ധിപ്പിച്ച് ആ നിരക്ക് മരവിപ്പിച്ചു. 2 ആഴ്ച കഴിഞ്ഞിട്ട് ആകെ കൂടി ഒരു പ്രതീക്ഷയുള്ളത് 2 ആഴ്ച കഴിഞ്ഞിട്ട് റോഡിന്റെ തൽസ്ഥിതി വളരെ മോശമാണെങ്കിൽ ഹൈക്കോടതി റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യും. ഈ ഉത്തരവുമേൽ നിന്ന് സുപ്രീം കോടതിയെ സമീപിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നിയമപരമായി ഞങ്ങൾ പരിശോധിച്ചിട്ട് സുപ്രീം കോടതിയിൽ പോകും. ഈ കോടതി വിധി ഉപാധികളോടെ ആണെങ്കിൽ പോലും ഇത്തരത്തിൽ ഇങ്ങനെ ഈ ഒരു വിധി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ അനുകൂലമായ ഒരു വിധിയായിരുന്നു പ്രതീക്ഷിച്ചു? അതെ, ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഒരു 30% ഈ ടോൾ പിരിവിന്റെ 30% താരിഫിൽ കുറവ് ചെയ്യുന്നതാണ് പ്രതീക്ഷ. എന്താ കാരണം വെച്ചാൽ ഇപ്പം 4 വെഹിക്കുലർ അണ്ടർ പാസേജിന്റെ പണി നടക്കണം. കൊരട്ടി VUPയുടെ പണി ഇപ്പോൾ ആരംഭിക്കും. അപ്പോൾ 5 VUPയുടെ പണി ആരംഭിക്കുമ്പോൾ 10 കിലോമീറ്റർ ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ ആ തൃശ്ശൂർ മണ്ണുത്തിയിൽ നിന്ന് അങ്കമാലി വരെയുള്ള ദൂരമാണ് BOT, മറ്റത് MOT ആണ്. ആ BOTയിൽ പൈസ കുറയ്ക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. 30% താരിഫ് കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷ. അത് കുറയ്ക്കാത്തതിലാണ് ഞങ്ങൾക്ക് തീർച്ചും യാത്രക്കാരെയും ജനങ്ങളെ സംബന്ധിച്ച് നിരാശാജനകമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതാണ് വലിയ നിരാശയാണ് ഇപ്പോൾ ഹർജിക്കാരും പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ഷാജി കോടംകണ്ടത്താണ് നമ്മോടൊപ്പം ചേർന്നത്. ഇത്തരത്തിൽ നിരന്തരമായി ഗതാഗത കുരുക്കും അതുപോലെ തന്നെ വലിയ റോഡ് ഇടിഞ്ഞു വീഴുന്നതടക്കമുള്ള സാഹചര്യങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടും കോടതി ഇത്തരത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചത് നിരാശാജനകമാണെന്ന് പറയുന്നു. ഉപാധികളോടെ ഈ ടോൾ പിരിവ് നടത്താനാണ് കോടതി പറഞ്ഞത്. മാത്രമല്ല, പുതുക്കിയ പിരിവ് അല്ലെങ്കിൽ പുതുക്കിയ നിരക്ക് പിരിക്കരുത് എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത് യാത്രക്കാരെയാണെന്ന് പറഞ്ഞു. കളക്ടർ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ കോടതി അപ്പോഴും പറഞ്ഞത് ഉപാധികളോടെ ഈ പിരിവ് നടത്താം എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ യാത്രികരെ സംബന്ധിച്ച് മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ പെട്ടുകിടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ്, യാത്രികരാണ്. അശ്വതി.